നവമി ദിനേശ് കൂടി ചേരുന്നുണ്ട്. നവമി, അമ്മ ആകപ്പാടെ ഒരു പ്രതിസന്ധിയിലാണ്. അത് പല കാര്യങ്ങളിലും വ്യക്തമാണ്, നമുക്കറിയാം. ഇന്നലെ ഭരണസമിതി പൂർണ്ണമായും രാജിവെച്ചു. പക്ഷെ നവമിയോട് നമ്മൾ ഗുഡ് മോർണിംഗ് പറയാൻ മറന്നുപോയി. ഗുഡ് മോർണിംഗ് നവമി. ഓക്കെ, അപ്പൊ അമ്മ വല്ലാത്തൊരു പ്രതിസന്ധിയിലാണ്. നമ്മൾ ഇന്നലെ അപ്രതീക്ഷിതമായി അമ്മയുടെ ഭരണസമിതി ഒന്നാകെ രാജിവെക്കുന്നത് കണ്ടു. മോഹൻലാലൊക്കെ വളരെ വികാര നിർഭരനായി പ്രതികരിച്ചത് നമ്മൾ കണ്ടു. അതോടുകൂടി ഈ പ്രതിസന്ധി അവസാനിക്കുന്നില്ല എന്നല്ലേ മനസ്സിലാക്കേണ്ടത്. 2 മാസം അഡ്ഹോക് കമ്മിറ്റിയായി ഉണ്ടാകും അമ്മ. പക്ഷെ അപ്പോഴും അവർക്ക് അവരുടെ ഇപ്പോൾ അമ്മയുടെ ഒരു ഷോ അത് കഴിഞ്ഞു. ഒരുപാട് കാര്യങ്ങളുണ്ട് ഇതുമായി ബന്ധപ്പെട്ട്. ആകപ്പാടെ ഒരു പ്രതിസന്ധി ഉണ്ട് അമ്മയിൽ. അതെങ്ങനെ അതിജീവിക്കണമെന്ന കാര്യത്തിലും ഒരു അവ്യക്തതയുണ്ട് എന്നല്ലേ മനസ്സിലാക്കേണ്ടത്. ഗുഡ് മോർണിംഗ് രഞ്ജിത്ത്. ഗുഡ് മോർണിംഗ് കൃഷ്ണേന്ദു. രഞ്ജിത്ത് സൂചിപ്പിച്ചതുപോലെ തന്നെ ഇന്നലെ രാവിലെയൊക്കെ നമ്മൾ സംസാരിക്കുന്നിടയിൽ, ലൈവിനിടയിലൊക്കെ നമ്മൾ പറയുന്ന ഒരു കാര്യമായിരുന്നു, അമ്മ സംഘടനയിൽ അസാധാരണമായ ഒരു പ്രതിസന്ധി ഉണ്ടെന്ന്. കാരണം ഈ അംഗങ്ങൾ തന്നെ പല രീതിയിൽ അഭിപ്രായവുമായി മാധ്യമങ്ങൾക്ക് മുന്നിൽ വരുന്നു. ചില തുറന്നു പറച്ചിലുകൾ സിദ്ദിഖിനെയും രഞ്ജിത്തിനെയും അല്ലെങ്കിൽ ഇടവേള ബാബു, ജയസൂര്യയെ പോലെയുള്ളവർക്കെതിരെ ഗുരുതരമായിട്ടുള്ള ലൈംഗിക ആരോപണങ്ങളുമായിട്ട് നടിമാർ രംഗത്തെത്തുന്നു. കൂടുതൽ പരാതികൾ എത്തുന്നു. പ്രത്യേക അന്വേഷണ സംഘത്തെ നിയോഗിക്കുന്നു. എങ്ങനെ നോക്കിയാലും അമ്മ സംഘടനയ്ക്ക് ന്യായീകരിക്കാൻ യാതൊരു വിധത്തില കാര്യങ്ങളുമില്ലാത്ത അസാധാരണമായ ഒരു പ്രതിസന്ധി. അതോടൊപ്പം തന്നെ മോഹൻലാലോ മമ്മൂട്ടിയോ ഈ വിഷയവുമായി ബന്ധപ്പെട്ട് ഇതുവരെയും പ്രതികരിച്ചിട്ടില്ല. മോഹൻലാൽ പ്രസിഡന്റ് കൂടിയാണ്. പ്രസിഡന്റ് ആയ സ്ഥിതിക്ക് എന്തുകൊണ്ട് ഇതിൽ നിന്ന് പ്രതികരിക്കുന്നില്ല? ഇത്ര നാളായി എന്തുകൊണ്ട് ഇതിൽ നിന്നൊക്കെ ഒളിച്ചോടുന്നു, മൗനം തുടരുന്നു എന്നുള്ള നിരവധി ചോദ്യങ്ങൾ സമൂഹ മാധ്യമങ്ങളിലൂടെയും അല്ലെങ്കിൽ സംഘടനയിലെ അംഗങ്ങൾ ഉൾപ്പെടെ ചോദിക്കുന്ന ഒരു സാഹചര്യത്തിൽ ഇതിനെ തുടർന്നാണ് ഇന്നലെ ഓൺലൈനായി പെട്ടെന്നൊരു യോഗം ചേരുകയും ആദ്യം പ്രസിഡന്റായ മോഹൻലാൽ തന്നെ തന്റെ രാജി പ്രഖ്യാപിക്കുന്ന ഒരു സാഹചര്യമുണ്ടത്. പിന്നീട് എക്സിക്യൂട്ടീവ് കമ്മിറ്റി തന്നെ പിരിച്ചുവിടുന്നു. ബാക്കിയുള്ള അംഗങ്ങളും രാജിവെക്കാം എന്നൊരു തീരുമാനത്തിലേക്ക് എത്തുന്നു. അങ്ങനെ എക്സിക്യൂട്ടീവ് കമ്മിറ്റി ഒന്നടങ്കം പിരിച്ചുവിട്ടുകൊണ്ടുള്ള ഒരു വലിയ ഒരു രീതിയിലുള്ള അപ്രതീക്ഷിതമായിട്ടുള്ള ഒരു നീക്കത്തിലേക്ക് അമ്മ സംഘടന കടക്കുന്നു. അതിൽ മോഹൻലാല് വളരെ വികാരാതീതനായിട്ടുള്ള ഒരു പരാമർശമൊക്കെ നടത്തി. താൻ ഇതിന്റെ തലപ്പത്തിരിക്കുമ്പോൾ ഇത്രയും വലിയൊരു ആരോപണം ഉണ്ടാക്കിയത് തനിക്ക് ഏറെ വിഷമിപ്പിച്ചു എന്ന് മോഹൻലാൽ പറഞ്ഞു. ജഗദീഷിന്റെ നേതൃത്വത്തിൽ വലിയ രീതിയിൽ പ്രതിഷേധമുണ്ടായി. ജഗദീഷാണ് ആദ്യം മുന്നിൽ വന്ന അമ്മയുടെ നിലപാട് ശരിയല്ല, കൃത്യമായൊരു നിലപാട് സ്വീകരിക്കണമെന്ന് ആവശ്യപ്പെട്ടത്. ഒപ്പം ജഗദീഷിന് പിന്തുണയുമായി യുവതാരങ്ങളും ചില നടിമാരും രംഗത്തെത്തി. ഇതിനെ തുടർന്നാണ് ഏതു വിധത്തിലും ഇവരെല്ലാം ഒരുമിപ്പിച്ചു കൊണ്ടുപോകുന്ന ഒരു രീതിയിലേക്ക് സംഘടനയ്ക്ക് മുന്നോട്ട് പോകാൻ കഴിയില്ല എന്ന് തീരുമാനിച്ചതിനെ തുടർന്നാണ് ഇത്തരത്തിലൊരു കൂട്ടരാജിയും പിന്നീട് ഈ കൈനീട്ടം അല്ലെങ്കിൽ ചില സഹായങ്ങൾ അതെല്ലാം ഈ കമ്മിറ്റിയിലുള്ളവർ തന്നെ താൽക്കാലിക ചുമതലയായി അഡ്ഹോക് കമ്മിറ്റിയായി നിലനിൽക്കും. അല്ലാത്ത പക്ഷം ഇത് പിരിച്ചുവിട്ടിരിക്കുന്നു. 2 മാസത്തിനുള്ളിൽ തിരഞ്ഞെടുപ്പ്, അതിനുശേഷം ജനറൽ സെക്രട്ടറി, ബാക്കി കമ്മിറ്റി അംഗങ്ങളെല്ലാം തിരഞ്ഞെടുക്കും എന്നൊരു പ്രഖ്യാപനം കൂടി വരുന്നു. പക്ഷേ ഇതിനുശേഷം ഉയർന്ന ഒരു ചോദ്യം, ഇങ്ങനെ ഒരു തീരുമാനം, അതായത് ഈ രാജി അല്ലെങ്കിൽ ഈ കമ്മിറ്റി ഉൾപ്പെടെ പിരിച്ചുവിടേണ്ട ഒരു ആവശ്യമുണ്ടായിരുന്നു എന്നുള്ളൊരു ചോദ്യമാണ് അതിനുശേഷം ഉയർന്നത്. കാരണം മറ്റൊന്നുമല്ല, നമ്മൾ കണ്ടതാണ് പല നടന്മാരും അവർക്കൊക്കെ അപ്രതീക്ഷിതമായ ഒരു തീരുമാനം. കാരണം മോഹൻലാൽ അടക്കം, കാരണം നാഥനില്ലാതെ അമ്മയെ ഉപേക്ഷിച്ചു എന്നൊരു ഫീലുണ്ട്. കാരണം മോഹൻലാലിനെ പോലെ ഒരാളാണ് മുന്നിൽ നയിക്കേണ്ടത് ഈ പ്രതിസന്ധിയിൽ. അദ്ദേഹം പ്രതികരിക്കുന്നില്ല. അദ്ദേഹം വളരെ വൈകാരികമായി അദ്ദേഹം പറയുന്നുണ്ട് അമ്മയിലെ മറ്റംഗങ്ങളുമായി ആശയവിനിമയം നടത്തിയെന്നും പലരും തന്നെ പിന്തിരിപ്പിക്കാൻ ശ്രമിച്ചു രാജിയിൽ നിന്ന് എന്നൊക്കെ പറയുന്നുണ്ട്. പക്ഷെ അപ്പോഴും ഈ അമ്മയ്ക്ക് ഒരു നാഥനില്ലാത്ത അവസ്ഥ വരുന്നു. എല്ലാ താരങ്ങളെയും പ്രതിസന്ധിയിലായിക്കൊണ്ട് ചില താരങ്ങൾ മാത്രം ആരോപണത്തിൽ പെടുമ്പോൾ അവരെ ഒരുപക്ഷെ തള്ളിപ്പറയാം. എന്നിട്ട് ഈ അമ്മയുടെ മറ്റ് 1,500 അംഗങ്ങളുള്ള ഒരു സംഘടനയാണ്. അവരുടെ മറ്റംഗങ്ങൾക്ക് ഒരു ആത്മധൈര്യം നൽകി മുന്നോട്ട് കൊണ്ടുപോകേണ്ട ആളുകളൊക്കെയാണ് വളരെ പെട്ടെന്ന് ഇതിനെ വഴിയിൽ ഉപേക്ഷിച്ച് പോകുന്നത്. അങ്ങനെ ഒരു പ്രശ്നമുണ്ട്. അതും ഒരുപാട് നാളുകൾക്ക് ശേഷം വോട്ടെടുപ്പിലൂടെ തെരഞ്ഞെടുക്കപ്പെട്ട ഒരു ഭരണസമിതി കൂടിയാണ് എന്നുകൂടി ആലോചിക്കണം. 57 ദിവസം മാത്രമായിരുന്നു ആ ഒരു 57 മാത്രം. അതെ, 57 ദിവസം മാത്രം ആയുസുള്ള ഒരു കമ്മിറ്റി, ഒരു ഭരണസമിതി.
അതെ, അത് തന്നെയാണ് രഞ്ജിത്ത് അംഗങ്ങൾ ഉൾപ്പെടെ ചോദിക്കുന്നത്. കാരണം തങ്ങൾ ഒരു തിരഞ്ഞെടുപ്പിലേക്ക് വരുന്നു, വളരെ ഇഷ്ടപ്പെട്ട ആളുകളെ അല്ലെങ്കിൽ പുതിയൊരു മാറ്റം ഉണ്ടാകുമെന്ന് പ്രതീക്ഷിച്ചുകൊണ്ട് ഞങ്ങൾ ഒരു കമ്മിറ്റിയെ തിരഞ്ഞെടുക്കുന്നു, ഒരു ജനറൽ സെക്രട്ടറിയെ തിരഞ്ഞെടുക്കുന്നു, പ്രസിഡന്റിനെ എല്ലാവരും ഒറ്റ ശ്വാസത്തിൽ പറയുന്നു മോഹൻലാൽ മതി പ്രസിഡന്റായി എന്ന്. അങ്ങനെ ഞങ്ങൾ എല്ലാവരും കൂടി തിരഞ്ഞെടുത്ത ഒരു ഭരണസമിതി ഒരു പ്രതിസന്ധി ഉണ്ടായപ്പോൾ എല്ലാം ഇട്ടെറിഞ്ഞിട്ട് ഒളിച്ചോടി പോകേണ്ട ആവശ്യമുണ്ടോ? അതോ അപ്പോഴും ബാബുരാജിനെയോ അല്ലെങ്കിൽ മറ്റംഗങ്ങളായ ജയസൂര്യയോ സിദ്ദിഖിനെയോ ഒന്നും തള്ളിപ്പറയാൻ ഇപ്പോഴും ഈ മോഹൻലാൽ അടക്കമുള്ളവർ രംഗത്തെത്തിയിട്ടില്ല. അതിനർത്ഥം ഇവരെയൊക്കെ സംരക്ഷിക്കുന്ന ഒരു നിലപാട്, ഈ ഒരു കമ്മിറ്റി പിരിച്ചുവിട്ടു എന്ന് പറഞ്ഞാൽ പിന്നീട് ഈ അംഗങ്ങളോട് ചോദ്യമായി ആരും വരില്ല, അല്ലെങ്കിൽ പിന്നീട് മോഹൻലാൽ പ്രതികരിക്കേണ്ട ആവശ്യമില്ല. അങ്ങനെ ഒരു തീരുമാനത്തിൽ എത്തിയത് വളരെ മോശമായിട്ടുള്ള, ബാക്കി അംഗങ്ങളുടെ ഒരു അഭിപ്രായം കൂടി ചോദിക്കാതെ ഇങ്ങനെ ഒരു തീരുമാനമെടുത്തതിൽ വലിയ രീതിയിലുള്ള പ്രതിഷേധവും ഒരു ഭാഗത്ത് പുകയുന്നുണ്ട്. പകരം ജഗദീഷ് അല്ലെങ്കിൽ പൃഥ്വിരാജിന്റെ പേരടക്കം ഉയർന്നു കേൾക്കുന്നുണ്ട്. ജനറൽ സെക്രട്ടറിയായി പൃഥ്വിരാജ് വരട്ടെ, കൂടുതൽ സ്ത്രീ പ്രാതിനിധ്യം വരട്ടെ, അല്ല എന്നുണ്ടെങ്കിൽ WCCനെയും ഒന്നിച്ചു നിർത്തി കൊണ്ടുപോകണമെങ്കിൽ ഒരു സ്ത്രീ തന്നെ ജനറൽ സെക്രട്ടറി സ്ഥാനത്ത് വരട്ടെ. അങ്ങനെ പല രീതിയിലുള്ള ചർച്ചകൾ നടക്കുന്നുണ്ട്. അതോടൊപ്പം തന്നെ അടുത്ത മാസം ചേരാനിരുന്ന അമ്മയുടെ ഓണാഘോഷ പരിപാടിയും താൽക്കാലികമായി അത് റദ്ദാക്കിയിരിക്കുന്നു. അത് നടത്തണ്ട എന്നൊരു തീരുമാനം ഒരു വിഭാഗം ആളുകളിൽ നിന്നൊക്കെ വന്നിട്ടുണ്ട്. കാരണം ഈ ആരോപണ വിധേയരെ കൂടി അതിൽ ഉൾപ്പെടുത്തേണ്ട സാഹചര്യം വരും. അത് പിന്നീട് വലിയ പ്രശ്നങ്ങൾക്ക് വഴിവെക്കും. അതോടൊപ്പം തന്നെ ഈ ബാബുരാജിനെയോ സിദ്ദിഖിനെയോ ഇപ്പോഴും അമ്മ സംഘടന തള്ളിപ്പറഞ്ഞിട്ടില്ല. നമുക്കറിയാം ദിലീപിന്റെ കാര്യത്തിൽ എപ്പോഴാണ് ദിലീപിനെ സംഘടനയിൽ നിന്ന് പുറത്താക്കാമെന്നൊരു തീരുമാനത്തിലേക്ക് അമ്മ എത്തിയതെന്നാണെന്ന് നമുക്ക് പകൽ പോലെ വ്യക്തമാണ്. അതുപോലെ ഇപ്പോഴും ഈ ആരോപണ വിധേയരായിട്ട് നിൽക്കുമ്പോൾ പോലും അവർക്കെതിരെ ഒരു വാക്കു പറയാനോ മോഹൻലാലോ മമ്മൂട്ടിയോ പോലുള്ള മുതിർന്ന താരങ്ങൾ തയ്യാറായിട്ടില്ല എന്നുള്ളതും വലിയ വിമർശനത്തിന് വഴിവെക്കുന്നു. എന്തായാലും മോഹൻലാലും മമ്മൂട്ടിയുമായി സംസാരിച്ചു. അതിനുശേഷം മമ്മൂട്ടിയുടെ തീരുമാനപ്രകാരമാണ് ഇത്തരത്തിൽ ഒറ്റയ്ക്കൊരു രാജി വേണ്ട, കൂട്ടരാജി വെക്കാം, ഈ കമ്മിറ്റി തന്നെ പിരിച്ചുവിടാം എന്നുള്ള തരത്തിലുള്ള മറുപടി മമ്മൂട്ടിയുടെ ഭാഗത്തു നിന്നും ഉണ്ടായെന്നൊക്കെ വിവരം ലഭിക്കുന്നുണ്ട്. എന്തായാലും ശ്വേതാ മേനോൻ അടക്കം പൃഥ്വിരാജ്, ജഗദീഷ്, ഹൻസിബ പോലുള്ള താരങ്ങളടക്കം വലിയ രീതിയിൽ വിമർശനവുമായി രംഗത്തെത്തുന്നു. ഈ കൂട്ടരാജിക്ക് പിന്നാലെ തന്നെ വലിയ പ്രതിഷേധം താരങ്ങൾക്കിടയിൽ നിന്ന് തന്നെ ഉയരുന്ന ഒരു സാഹചര്യവും ഉണ്ടായി. രഞ്ജിത്ത്, ഈ അമ്മയുടെ ഓണാഘോഷം അത് കൊച്ചിയിൽ വിപുലമായി സംഘടിപ്പിക്കാൻ തീരുമാനിച്ചിരുന്നു എന്നാണ് നമുക്ക് മനസ്സിലാകുന്നത്. അതും പ്രതിസന്ധിയിലാണല്ലേ? അതും ഉണ്ടാവില്ല, അങ്ങനെയാണോ തീരുമാനം? അതെ, അതും ഉണ്ടാകാനുള്ള സാധ്യത വളരെ കുറവാണ്. കാരണം ഈ അംഗങ്ങൾ, പ്രധാനപ്പെട്ട അംഗങ്ങൾക്കെതിരെയാണ് ഈ ആരോപണം, ലൈംഗിക ആരോപണം, അതും ഗുരുതരമായിട്ടുള്ള ലൈംഗിക ആരോപണം നിലനിൽക്കുന്നത്. അത് കേസായിട്ടുണ്ട്, പോലീസ് അന്വേഷിക്കുന്നുണ്ട്, പ്രത്യേക അന്വേഷണ കമ്മീഷനുണ്ട്. ഇവരെയൊക്കെ ചോദ്യം ചെയ്യാൻ വിളിപ്പിക്കും, മൊഴിയെടുക്കലും അങ്ങനെ കാര്യങ്ങളൊക്കെ ഉണ്ടാകും. അതുമല്ല, ഇപ്പോൾ തന്നെ സംഘടനയെ തന്നെ വലിയൊരു കളങ്കത്തിൽ അല്ലെങ്കിൽ വലിയ രീതിയിൽ വിമർശനം ഉന്നയിക്കുന്ന അംഗങ്ങൾക്ക് എല്ലാവർക്കും വളരെ വിഷമമുണ്ടാക്കുന്ന ഒരു സാഹചര്യത്തിൽ നിൽക്കുമ്പോൾ ഓണാഘോഷം, ഒരു ആഘോഷ പരിപാടി നടത്തുന്നത് ശരിയല്ല എന്നുള്ള തരത്തിലുള്ള ചില കാര്യങ്ങൾ ഈ അംഗങ്ങൾ തന്നെ ഉന്നയിക്കുന്നുണ്ട്. അതുകൊണ്ടാണ് ഈ ഓണം പോലുള്ള ഒരു ആഘോഷം അത് ഒഴിവാക്കാം എന്നൊരു തീരുമാനത്തിലേക്ക് അമ്മ സംഘടന എത്തി നിൽക്കുന്നത്. നമുക്കറിയാം, ഈ ഹേമ കമ്മിറ്റി റിപ്പോർട്ട് വന്ന സാഹചര്യത്തിൽ തന്നെയും അവർ പറഞ്ഞത് തങ്ങൾക്ക് മുൻഗണന തങ്ങളുടെ ഇപ്പോഴത്തെ സ്റ്റേജ് ഷോയാണ്, അതിനുശേഷം ഇതിൽ മറുപടി നൽകാമെന്ന് അന്നത്തെ ജനറൽ സെക്രട്ടറി ആയിരുന്ന സിദ്ദിഖ് വന്ന് മാധ്യമങ്ങൾക്ക് മുന്നിൽ മറുപടി നൽകിയതാണ്. അതും വലിയ വിമർശനങ്ങൾക്ക് വഴിവെച്ചു. പിന്നീട് നടത്തിയ പത്രസമ്മേളനം അത് ഏത് വിധത്തിലായിരുന്നു അവരുടെ നിലപാടെന്നൊക്കെ നമുക്കറിയാം. ആ ഒരു സാഹചര്യത്തിൽ തന്നെ ഇനിയും ഒരു ഷോ അല്ലെങ്കിൽ ഇനിയും ഒരു ആഘോഷ പരിപാടികളുമായി മുന്നോട്ട് പോകുന്നത് ശരിയല്ല. പ്രത്യേകിച്ച് അമ്മ പോലുള്ളൊരു സംഘടന ഇത്രയും വലിയൊരു പ്രതിസന്ധിയിൽ നിൽക്കുമ്പോൾ, അംഗങ്ങൾക്കിടയിൽ തന്നെ ചേരിതിരിവായിട്ട് നിൽക്കുമ്പോൾ, ഭിന്ന അഭിപ്രായമായി നിൽക്കുമ്പോൾ ഒന്നിച്ച് ഒരു ആഘോഷമായി പോകുന്നത് ശരിയല്ല എന്നൊരു തീരുമാനമാണ് എത്തി നിൽക്കുന്നത്. അതുകൊണ്ട് തന്നെ ഓണാഘോഷ പരിപാടികൾ മാറ്റിവെക്കാനാണ് തീരുമാനം. ഏതായാലും അങ്ങനെ വല്ലാത്തൊരു അസാധാരണമായ പ്രതിസന്ധിയിലൂടെ അമ്മ രൂപീകരിക്കപ്പെട്ടിട്ട് ഇത്ര വർഷമായി. ഇതിനുശേഷം ഇത്ര വലിയൊരു പ്രശ്നത്തിലൂടെ അമ്മ കടന്നു പോയിട്ടില്ല. ഇതിനു മുമ്പ് ദിലീപ് വിഷയം, നടിയെ ആക്രമിച്ച വിഷയം വലിയ ചർച്ചയായപ്പോഴാണ് അമ്മയിൽ അന്നൊരു ചേരിതിരിവ് എന്ന് പറയാൻ സാധിക്കില്ല. കാരണം ദിലീപിനൊപ്പം ഒരു വലിയ വിഭാഗം ആളുകൾ നിൽക്കുന്നു. പക്ഷേ യുവനടന്മാർ, അന്നത്തെ പൃഥ്വിരാജ് അടക്കമുള്ള യുവനടന്മാർ ഇതിനെതിരെ രംഗത്ത് വരുന്നു, മമ്മൂട്ടിയെ പോയി കാണുന്നു. പിന്നീട് ദിലീപിനെ പുറത്താക്കുന്നതൊക്കെ നമ്മുടെ മുന്നിൽ ഇപ്പോഴും ഉണ്ട്. ആ സംഭവങ്ങളൊക്കെ ഉണ്ട്, ദൃശ്യങ്ങളൊക്കെ ഉണ്ട്. പക്ഷേ ഇപ്പോൾ ഒന്നടങ്കം ആ സംഘടന പരാതിപ്പെട്ടിയിലാണ് എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട പ്രശ്നം. വലിയ പ്രതിസന്ധിയാണ്.